ഇന്ന് രാവിലെ തന്നെ മലയാളികളെ മുഴുവൻ സന്തോഷിപ്പിച്ചൊരു വാർത്തയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും അത് ഭയങ്കരമായ സന്തോഷമാണ് മലയാളികൾക്ക് ഉണ്ടാക്കിയത്. മഹാരാഷ്ട്രയിലെ താനയിൽ സ്ത്രീയെ പിന്തുടർന്ന് ശല്യം ചെയ്ത അക്രമി സംഘത്തെ മലയാളി വെടിവെച്ചു. അക്രമികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു, രണ്ടുപേർക്ക് പരിക്കുണ്ടായി. അക്രമികൾക്ക് നേരെ വെടിയുതിർത്ത മലയാളി ജയൻ ശിവാനന്ദൻ നായർ അറസ്റ്റിലായി. ജയൻ ശിവാനന്ദൻ നായർ എന്ന് പറയുന്ന ശിവാനന്ദൻ നായർക്ക് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അഭിനന്ദന പ്രവാഹമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അഭിനന്ദന പ്രവാഹം നടക്കുന്നത്? മഹാരാഷ്ട്രയില് ഇന്ന് രാവിലെ പുലർച്ചെ നമ്മൾ നീച്ചപ്പോൾ കേട്ട വാർത്തയാണ് ഇത്. ഞാനിതിലൊരു വീഡിയോ വരാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നു. സ്ഥിരമായി ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു സ്ത്രീയെ, 3 ആളുകൾ, ആ 3 പേർക്ക് അവസാനം ഈ ഒരു മുൻ പട്ടാളക്കാരൻ കൂടിയായിട്ടുള്ള ഇയാൾ ആയുധമായിട്ട് ചെന്ന് 3 പേർക്കെതിരെ വെടിയുതിർത്തു. ഒരുവനെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്, തീർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. ഇത്ര വാക്കുകളൊക്കെ ഇതിൽ പറയുമ്പോൾ ചിലപ്പോഴൊക്കെ എന്നെ വീഡിയോ മോണിറ്റൈസ് ചെയ്യാൻ പോലും ഇടയ്ക്ക് സാധിക്കാതൊക്കെ വരാറുണ്ട്. എങ്കിലും എത്രത്തോളം സാധിക്കും എനിക്ക് വലിയ പിടുത്തമില്ല. എന്നാൽ വാർത്ത നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇന്നലെ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ആദ്യം. അവിടെ വഴക്കൂടുന്ന് കാണാം. ഇതിപ്പോൾ ഏതായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സ്ത്രീയെ നിരന്തരമായി 3 പേർ ശല്യം ചെയ്തിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏതായാലും പോലീസും അടക്കം വ്യക്തമാക്കുന്നത്. പലതവണ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളൊക്കെ നൽകിയിരുന്നു. പക്ഷെ ഇവർ ജോലി ചെയ്യുന്ന സ്കൂളിന് സമീപത്തെത്തി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോഴാണ് ഈ സഹോദരനായ ജയനെ വിളിക്കുകയും ജയൻ അവിടേക്ക് എത്തുകയും ചെയ്തത്. ഏതായാലും ആയുധം കയ്യിൽ ഉണ്ടായിരുന്നു. ഇയാൾ ട്രക്ക് ഡ്രൈവറാണ്, നേരത്തെ ആർമിയിലടക്കം സേവനം ചെയ്തിരുന്നു എന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ 2 പേരും അറസ്റ്റിലാണ്. നിരന്തരം ഇത്തരത്തിൽ ശല്യം ചെയ്തപ്പോൾ അത്തരത്തിൽ പ്രതികരിച്ചതാണ് എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 3 പേർക്ക് നേരം വെടിവെച്ചു, അതിൽ 3 പേർക്ക് പരിക്കുണ്ട്. ഇതിൽ അക്ബർ അബ്ദുൾ ഷെയ്ഖ് ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ 2 പേരെയും, ഈ അനു ഷെയ്ഖിനെയും ഒപ്പം തന്നെ ജയൻ നായരെയും അറസ്റ്റ് ചെയ്തിരുന്നു. എന്റെ സുഹൃത്തുക്കളെ, ഇവിടെ എന്തുകൊണ്ടാണ് മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ ഭയങ്കര ഭീകരമായിട്ട് ആനന്ദിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മലയാളിയാണ് വെടിവെച്ചത്. എന്നൊരു പക്ക മലയാളിയാണോ, ഇനി ഒരു മുംബൈ മലയാളിയാണെന്ന് പറയാൻ കഴിയില്ല. ഏറെക്കാലം അവിടെ തന്നെ ജനിച്ച് വളർന്ന ഒരു ചങ്ങാതിയാണ്. പട്ടാളക്കാരനായിരുന്നു എന്ന് പറയുന്നു, മുൻ പട്ടാളക്കാരനായിരുന്നു അത്ര. അതിൽ നിന്ന് പോരുമ്പോൾ അദ്ദേഹത്തിനൊക്കെ സ്വന്തം ഉപയോഗത്തിനും മറ്റൊക്കെ കിട്ടിയ ലൈസൻസ് തോക്കിൽ നിന്നാണ് വെടിവെച്ചത്. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഇതവിടെ വേണമെന്നുള്ളതാണ്, ഇതവിടെ അങ്ങനെ സംഭവിക്കണമെന്നുള്ളതാണ്. സുഹൃത്തുക്കൾ, ഇത് മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഇത് സംഭവിക്കുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, മഹാരാഷ്ട്ര എന്ന് പറയുന്നത് BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇനി ഈ വീഡിയോയിൽ മലയാളിയായിട്ടുള്ള ഈ മനുഷ്യൻ ഇത് അവതരിപ്പിക്കുമ്പോൾ ഇദ്ദേഹം ഇതിന് അവസാനം പറഞ്ഞ ചില ഡയലോഗുകൾ ഇങ്ങനെയാണ്. ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ തന്നെ മുംബൈ താനെ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരത്തിൽ ആയുധങ്ങൾ എടുത്ത് വെടിവെക്കുന്നതോ പെരുമാറുന്നതോ ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ നിവർത്തികെട്ട ഒരു സാഹചര്യത്തിൽ അങ്ങനെ പലർക്കും ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉദാഹരണം ഒന്നായി ഇത് മാറുകയാണ്. അതിൽ ഈ സംഭവത്തിന് ശേഷം കർശന രീതിയിലുള്ള സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ നിരവധി തൊഴിലാളികൾ പുറത്ത് നടക്കാൻ തന്നെ താമസിക്കുന്ന ഒരു ചേരി പ്രദേശം കൂടിയാണ് ഈ മുംബ്ര. അതിന് സമീപത്തുള്ള ഒരു സ്കൂളിൽ ജോലി ചെയ്തിരുന്ന അനു ഷെയ്ഖിനെ ഇത്തരത്തിൽ ശല്യം ചെയ്യാൻ ഇവർ നിരന്തരം ശ്രമിക്കുകയും ഒടുവിൽ ഇത്തരത്തിൽ അതൊരു വെടിവെപ്പിൽ കടക്കുകയുമായിരുന്നു. പരിക്കേറ്റ മറ്റ് 2 പേരുടെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ. എന്തായാലും 2 പേര് ജീവനോടെ ഉണ്ട്, ഒരാളാണ് തീർന്നു പോയത്. ഇവിടെ ഇദ്ദേഹം തന്നെ വാർത്ത അവതരിപ്പിച്ച് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയതെന്നുള്ളതാണ്. ഈ നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയി എന്ന് പറയുമ്പോൾ ഈ നിവൃത്തികേട് അതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു നിവൃത്തികേടിലേക്ക് എത്താതിരിക്കാൻ അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ആര് ശ്രമിച്ചിരുന്നു? ഈ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ ശ്രമിച്ചിരുന്നു. അവർ കേസ് കൊടുത്തിരുന്നു, അത് പോലീസ് തന്നെ സമ്മതിക്കുന്നു. മഹാരാഷ്ട്ര ഞാൻ മുന്നേ പറഞ്ഞു BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെയൊക്കെ വല്ല കേസും കൂട്ടുമായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കുടുങ്ങുമെന്നുള്ളതാണ് പലപ്പോഴൊക്കെ നമുക്ക് അറിയാൻ കഴിയുക. ഇനി ഇതേ സംസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് തന്നെ കിട്ടിയ മറ്റൊരു വാർത്ത കൂടി ഞാൻ നിങ്ങൾക്കുണ്ട്, കേൾപ്പിച്ചു തരാം. അപ്പം മനസ്സിലാകും എന്താണ് ആ സംസ്ഥാനമെന്ന്. രാജ്യത്ത് തന്നെ സ്ത്രീകൾക്കെതിരെ ഏറ്റവും അധികം അതിക്രമം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര. ഒരു വർഷം 47,000 അതിക്രമ കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. വർഷം 4,000 ബലാത്സംഗ കേസുകൾ മഹാരാഷ്ട്രയിൽ ഉണ്ടാകുന്നു എന്നാണ് കണക്ക്. ഭർത്താവോ ബന്ധുക്കളോ നടത്തുന്ന ക്രൂരതയിൽ 13,000 കേസുകൾ ഓരോ വർഷവും ഉണ്ടാകുന്നുണ്ട്. 6,500 തട്ടിക്കൊണ്ടുപോകൽ കേസുകളും ഓരോ വർഷവും മഹാരാഷ്ട്രയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എങ്ങനെയുണ്ട്? ഇങ്ങനെ മാറുന്ന ഈ ഒരു രൂപത്തിലേക്ക് നമ്മുടെ കേരളത്തിനെ മാറ്റണോ എന്നാണ് മറ്റൊരു ചോദ്യം ഇപ്പൊ നാട്ടുകാരൊക്കെ ഇതിന്റെ അടിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, 4,000 കേസുകളാണ് ഒരു വർഷം ആ ഒരു നാട്ടിലുണ്ടാവുന്നത്. 4,000 കേസുകൾ, ബലാത്സംഗ കേസുകൾ 4,000. എന്തൊരു ഭീകരമാണെന്ന് ആലോചിക്കേ.
അങ്ങനത്തെ ഒരു കേസായിട്ട് മാറേണ്ട ഒന്നായിരുന്നു ഇത്. സഹോദരൻ ഒരു മുൻ പട്ടാളക്കാരനായതുകൊണ്ടും ധൈര്യമുള്ളതായതുകൊണ്ടും സഹോദരി വിളിച്ചപ്പോൾ സഹോദരി അല്ല അത്ര, സഹോദരി പോലെ കരുതുന്ന ഒരാളാണത്ര. പെങ്ങളെ പോലെ കരുതുന്ന ഒരു സ്ത്രീ ആയിരുന്നു പറയുന്നത്, സ്വന്തം സഹോദരി ഒന്നല്ല അത്ര. അങ്ങനെ സ്വന്തം പെങ്ങളെ പോലെ കരുതുന്ന ഒരു സ്ത്രീ അപമാനിക്കപ്പെടുന്നു എന്ന് അറിഞ്ഞപ്പോൾ പോയിട്ട് വെടിച്ചുകൊണ്ട് തീർത്തു കളഞ്ഞു. ആളുകളൊക്കെ പറഞ്ഞു ഇത് വളരെ നന്നായി പോയി, ഇത് ഇങ്ങനെ തന്നെ നടക്കണം, ആ മലയാളിക്ക് സല്യൂട്ട്, ഇത് കോടതിയിൽ പോയി കഴിഞ്ഞ് കേസായി കഴിഞ്ഞ് ജയിലായി കഴിഞ്ഞ് അവർക്ക് കുറെ തിന്നാൻ കൊടുക്കും എന്നല്ലാതെ വേറൊന്നും സംഭവിക്കാനില്ല എന്നൊക്കെയാണ്. ഇപ്പൊ അവിടെ അത് വേറെ രീതിയിലൊക്കെ ആയിരിക്കും. എന്നാൽ ആ സമയം തന്നെ ആരുടെയും ജീവൻ എടുക്കാൻ നമുക്ക് യാതൊരു അവകാശമില്ല. എന്ത് കേസ് വന്നാലും അതൊക്കെ നിയമപരമായി തന്നെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, തീർപ്പാക്കേണ്ടതും. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ്. പക്ഷേ നിവൃത്തികേട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടും തീരുമാനമാകാത്തതുകൊണ്ട്, ഒരു രക്ഷയുമില്ല എന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കണം സഹോദരൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ കൂടി പറഞ്ഞിട്ടാണ് ഈ വാർത്തയൊക്കെ ഇവർ അവതരിപ്പിക്കുന്നത്. അതിനപ്പുറം നമ്മൾ എന്ത് പറയാൻ അല്ലേ? ഭരിക്കുന്നത് ഏത് പാർട്ടിയെന്നൊക്കെ ആലോചന വേണം കേട്ടാ. ബൈ.